ദൈവവചനം പഠിക്കുന്നത് എന്തിനാണ്? രക്ഷയ്ക്ക് പ്രസംഗിക്കുന്ന ആൾക്ക് പൈസ ഉണ്ടാകാനോ, പ്രസംഗം കേൾക്കുന്നവർക്ക് കുറേ മെറ്റീരിയൽ ബ്ലെസ്സിങ് കിട്ടണമെന്നുള്ള ആശയോടെയല്ല വചനം പ്രസംഗിക്കേണ്ടത്. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ. രക്ഷയുടെ ഭാവികാല പ്രയോഗമാണ് അവിടെ അർത്ഥമാക്കുന്നത്. പത്രോസ് പറയുന്നത് പോലെ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ദൈവമക്കൾ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വചനം പഠിച്ചാരാകണം? രക്ഷയ്ക്ക് ജ്ഞാനികളാകണം. അല്ലാതെ വചനം പ്രസംഗിക്കുന്നത് കൊണ്ടോ വചനം കേട്ടത് കൊണ്ടോ കുറേ വീടോ ഭൗതികമോ കുറേ വസ്തുക്കളോ ഇതൊന്നുമല്ല ഉദ്ദേശം. ഉദ്ദേശം ഒറ്റ കാര്യമേ ഉള്ളൂ. രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരാണ് നമ്മൾ, ഇല്ലേ? ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് വേണ്ടി ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. അങ്ങനെ രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ട, നിത്യജീവനായി നിയമിക്കപ്പെട്ട, യാഗം കഴിച്ച് ദൈവത്തോടെ നിയമം ചെയ്ത വിശുദ്ധന്മാരായ ദൈവജനത്തെ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ദൈവമക്കളെ ഓരോ നിമിഷവും വചന ശുശ്രൂഷയിലൂടെ രക്ഷയ്ക്ക് ജ്ഞാനികളാക്കണം, രക്ഷയ്ക്ക് വളർത്തിയെടുക്കണം, രക്ഷയ്ക്ക് പ്രാപ്തരാക്കണം.